നമസ്കാരം, വി പ്ലസ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നാളെ കെമിസ്ട്രി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഗുണകരമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ, സൾഫ്യൂരിക് ആസിഡിന്റെ ഓക്സീകരണ ഗുണം അതോ ഓക്സിഡൈസിങ് നേച്ചർ എന്താണ് എന്നാണ് പരിചയപ്പെടുത്തുന്നതാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ഞാൻ ആശ്രദ്ധ ക്ഷണിക്കുകയാണ്. നോക്കൂ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലടോ. ഇലക്ട്രോൺ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവണത, ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുക. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിന് വരുന്ന ചാർജ് എന്തായിരിക്കും? ഒരു ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ ഒരു പ്ലസ് ചാർജ് വരും. 2 ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ 2 പ്ലസ് ചാർജ് വരും. 3 ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ 3 പ്ലസ് ചാർജ് വരുന്നു. അതിൽ നിന്ന് വ്യക്തമാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതനുസരിച്ച് പോസിറ്റീവ് ചാർജുകളുടെ എണ്ണം കൂടുന്നു. അതിൻ്റെ നേരെ വിപരീതമാണ് ഇലക്ട്രോൺ സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആ പ്രവൃത്തിയെ പറയുന്ന പേരാണ് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ എന്ന് പറയുന്നു. ഇലക്ട്രോൺ സ്വീകരിക്കുക, ഞാൻ ആ ഏരോ സൂചിപ്പിച്ചിരിക്കുന്നത് വെറുതെ അല്ല. ഇലക്ട്രോണെ സ്വീകരിക്കുന്നത് ആണ് ആ പ്രവണതയെ, ആ പ്രോസസ്സിനെ, ആ പ്രക്രിയയെ പറയുന്ന പേരാണ് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. സ്വാഭാവികമായും ഒരു ഇലക്ട്രോൺ വന്ന് ചേർന്നാൽ അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ചാർജ് ലഭ്യമാകും. 2 ഇലക്ട്രോൺ വന്ന് ചേർന്നാൽ അദ്ദേഹത്തിന് 2 നെഗറ്റീവ് ചാർജ് വന്നു ചേരുന്നു. ഇനി 3 ഇലക്ട്രോൺ ആണ് വരുന്നതെങ്കിൽ 3 നെഗറ്റീവ് ചാർജും വന്നു ചേരും എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് നോക്കാം ഇനി എന്താണ് ഈ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ശരിക്കും അത് വാലൻസി, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള വാലൻസിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വാലൻസി എന്ന് പറയുന്നത് 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി എന്ന് പറയുന്നത് +1 ആണ്. 2-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി എന്ന് പറയുന്നത് +2 ആണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ ട്രാൻസിഷൻ മൂലകങ്ങൾ എന്നാ പറയുക, അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുക. നിങ്ങൾക്കറിയാലോ കൂട്ടുകാരെ, ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് കൂടുതൽ പ്രകൃതിയിൽ കാണപ്പെടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണം, ഇരുമ്പ്, സിങ്ക്, ഒരുപാട് മെറ്റൽസ് എല്ലാം തന്നെ, ലോഹങ്ങളെല്ലാം തന്നെ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ട്രാൻസിഷൻ എലമെന്റ്സിലാണ്. ഈ ട്രാൻസിഷൻ എലമെന്റ്സിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ വ്യത്യസ്തമായി കാണിക്കുന്നവയാണ് എന്നുള്ളതും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് ഓക്സിഡേഷൻ നമ്പർ അഥവാ വാലൻസിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിവിടെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നോക്കുക, കാർബണുമായി രാസപ്രവർത്തനത്തിന് വിധേയമാകുമ്പോൾ കാർബൺ പ്ലസ് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് ലഭിക്കുന്നത് 3 ഉൽപ്പന്നങ്ങളാണ്, 3 പ്രൊഡക്ട്സ് ആണ്. ഏതൊക്കെയാണത്? കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, വാട്ടർ. ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുമ്പോൾ 2 ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ നോക്കണ്ട, ഓക്സിജനെയും നോക്കാം. ഓക്സിജൻ ഇവിടെ 4 ആണുള്ളത്, ഇവിടെ 2, 2, 4, ഇവിടെ 1, 5 ആണുള്ളത്. 5. അപ്പം നമുക്ക് 5 എന്നുള്ളതിനെ ശരിയാക്കുന്നതിന് വേണ്ടി 2 ചേർത്തു. 2 ചേർത്തപ്പോൾ ഹൈഡ്രജൻ എത്രയായി മാറി? 4 ഹൈഡ്രജനായി മാറി അല്ലേ? 4 ഹൈഡ്രജനായി നമുക്ക് ഇവിടെയും ആക്കണം എന്നുള്ളത് കൊണ്ട് ഇവിടെയും 2 ചേർത്തു. അറിയാതെ ഈ സൾഫർ ചേട്ടൻ്റെ തല 2 ആയി മാറി. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും 2 ചേർത്ത് നോക്കി. തിരിച്ചു നോക്കിയപ്പോൾ ഹൈഡ്രജൻ 4 കൃത്യമാണ്. സൾഫർ 2 കൃത്യമാണ്. ഓക്സിജൻ 4 × 2 8 കൃത്യമാണോ എന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കാം. 2 4 2 × 2 4, 4 + 2 6, 6 + 2 8. പിന്നെ ആകെയുള്ളത് കാർബൺ ആണ്. കാർബൺ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഇതിൻ്റെ സമീകരിച്ച സമവാക്യം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് ഞാനിവിടെ എഴുതിയത്. നമുക്കിതിൽ അറിയേണ്ടത് ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ടത് ആരിലാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ആരിലാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. വളരെ പ്രത്യേകതയുള്ള കാര്യം, ഓക്സിഡേഷൻ ആർക്കാണോ സംഭവിക്കുന്നത്, ഓക്സീകരണം ആർക്കാണോ സംഭവിക്കുന്നത്, ആൾക്ക് എന്ത് വരുന്നു? ആളെ പറയുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ് എന്നറിയപ്പെടുന്നു, അഥവാ നിരോക്സീകാരി എന്നറിയപ്പെടുന്നു. ഓക്സീകരണം സംഭവിച്ച ആളെ നിരോക്സീകാരി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിരോക്സീകരണം സംഭവിച്ച ആളെ അഥവാ റിഡക്ഷൻ സംഭവിച്ച ആളെ എന്ത് പറയും? നിരോക്സീകരണം സംഭവിച്ച ആളെ ഓക്സീകാരി അഥവാ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നു. റിഡക്ഷൻ സംഭവിക്കുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന്. അപ്പോൾ ഇവിടെ സൾഫ്യൂരിക് ആസിഡിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു 2 മാർക്ക് ചോദ്യമാണ്. നാളത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നോക്കിയിരുന്നോളൂ, ശ്രദ്ധിച്ചാൽ മാർക്കാണ്. ശ്രദ്ധിച്ചിരിക്കൂ, മാർക്ക് കിട്ടും. നോക്കൂ, നമ്മൾ ബാലൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ഓക്സീകരണാവസ്ഥയിലേക്കാണ്.
ഒരു മൂലകം ഒരു എലമെന്റ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ ഓക്സീകരണാവസ്ഥ 0ആണ്. കാർബണിൻ്റെ ഇവിടെ 0ആണ്. സൾഫ്യൂരിക് ആസിഡിനെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ H2SO4 എന്നാണ്. നമുക്ക് സൾഫറിൻ്റെ അറിയില്ല, പക്ഷെ ഓക്സിജൻ്റെ അറിയാം, -2 ആണ്. ഹൈഡ്രജൻ്റെ +1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് X കൊടുത്താൽ എന്താ വരിക? +1 × 2 + X + -2 × 4 gives 0 എന്നാണ് വരിക. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ 2 + X - 8 = 0. X -8 അങ്ങോട്ട് പോകുമ്പോൾ +8 - 2 ദാറ്റ് ഈസ് 6. +6 ആണ് സൾഫറിൻ്റെ ഓക്സീകരണാവസ്ഥ. അത് ഇവിടെ എഴുതുന്നു. +6, ഇവിടെ -2, ഇവിടെ +1. ഇപ്പുറത്തേക്ക് വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് നോക്കുമ്പോൾ നോക്കൂ, ഓക്സിജന്റെ -2 ആണ്. അപ്പോൾ -2 × 2 -4 ആണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ ഓക്സീകരണാവസ്ഥകൾ കൂട്ടുമ്പോൾ 0 ലഭിക്കണം. അതാണ് ഇതിൻ്റെ ടാക്ടിക്സ്. വളരെ ലളിതമായിട്ട് -4 × 2 എന്ന് പറഞ്ഞാൽ -2 × 2 എന്ന് പറഞ്ഞാൽ -4 ആണ് എങ്കിൽ കാർബണിൻ്റെ എന്തായിരിക്കണം? +4 ആയാലാണ് ഇവ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടുകയുള്ളൂ? 0 ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. സൾഫർ ഡൈ ഓക്സൈഡിലെ നമ്മൾ ബാലൻസിങ് നോക്കണ്ട. സൾഫറിൻ്റെ ഓക്സിജൻ്റെ -2 ആണ്. അപ്പോൾ സൾഫറിൻ്റെ +4 ആണ്. ഇവിടെ ജലത്തിലേക്ക് പോകുമ്പോൾ, വാട്ടറിലേക്ക് പോകുമ്പോൾ ഇത് -2 ആണ്. അപ്പോൾ ഇവിടെ 0 കിട്ടണമെങ്കിൽ ഇവിടെ +1 വന്നാലാണ് 0 കിട്ടുള്ളൂ. +1 × 2 2 + -2 = 0. ഇപ്പോൾ ഇത് എല്ലാ ഓക്സീകരണ നമ്പറുകളും എഴുതി കഴിഞ്ഞു. നമുക്ക് നോക്കാം. സൾഫ്യൂരിക് ആസിഡിലേക്ക് നോക്കുമ്പോൾ ഇതിൽ +1 ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഹൈഡ്രജന് മാറ്റം വന്നിട്ടില്ല. സൾഫറിന് മാറ്റം വന്നിട്ടുണ്ട്. ഓക്സിജന് മാറ്റം വന്നിട്ടില്ല. അത് ഓക്സിജൻ്റെ നോക്കൂ, -2 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കുമ്പോഴും -2 ആണ്. മാറ്റം വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സൾഫറിനാണ് മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സൾഫറിലെ മാറ്റം എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ മാറ്റമായിട്ട് കണക്കാക്കും. സൾഫ്യൂരിക് ആസിഡിനെ നോക്കൂ. സൾഫറിന്റെ ഓക്സീകരണാവസ്ഥ +6 നിന്ന് എന്തായിട്ട് കുറഞ്ഞു? +4 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കൂ, ഓക്സീകരണ നമ്പർ കുറയുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് റിഡക്ഷൻ. സാധാരണ നമ്പർ കുറയുന്നത് പോലെ ഓക്സീകരണ നമ്പർ കൂടുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, ഓക്സിജൻ മീൻസ് സൾഫറിൻ്റെ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ 6 നിന്ന് +4 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. കുറയുക എന്ന് പറയുന്ന പേരാണ് എന്താണ്? ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്പർ കുറയല്ലേ ചെയ്തേ. ഇവിടെ കുറയുന്നതിന് പറയുന്ന പേരാണ് റിഡക്ഷൻ. കുറയുകനെ പറയുന്ന പേരാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് പറയുന്നു. റിഡക്ഷൻ. സോ ഇവിടെ സൾഫ്യൂരിക് ആസിഡിന് റിഡക്ഷൻ സംഭവിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനെ പറയുന്ന പേര് എന്തായിരിക്കും? ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് പറയുക. റിഡക്ഷൻ സംഭവിച്ച ആളെ പറയുന്ന പേര്, നിരോക്സീകരണം സംഭവിച്ച ആളെ പറയുന്ന പേരാണ് ഓക്സീകാരി എന്ന്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവിടെ സൾഫ്യൂരിക് ആസിഡിനെ നമുക്ക് പറയാം ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയാം. ഓക്സിഡൈസിങ് ഏജന്റ് അതിന് ഉള്ള സ്വഭാവമാണ്, ഓക്സീകരണ സ്വഭാവമുള്ള ആളാണ് എന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ ഓക്സീകരണ സ്വഭാവം കാണിക്കുന്നതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ +6 നിന്ന് +4 കുറയുന്നതിനെ പറയുന്ന പേരാണ് നിരോക്സീകരണം. നിരോക്സീകരണം സംഭവിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗുണത്തെ പറയുന്ന പേരാണ് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പറയാം ഓക്സീകരണ ഗുണം. ഓക്സീകരണ ഗുണം കാണിക്കുന്ന ആൾക്ക് ശരിക്കും സംഭവിക്കുക നിരോക്സീകരണമാണ്. ഒരു വൈരുദ്ധ്യങ്ങളുടെ ഒരു കളിയാണ് ഓക്സിഡേഷനും റിഡക്ഷനും. പക്ഷെ നിങ്ങളിത് സൂക്ഷ്മമായിട്ട് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ ഇതിലത്തെ ഒരു 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാക്കാം. നിങ്ങളത് ഉറപ്പാക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.